ഗുരുവായൂരപ്പന്റെ കാരുണ്യം നിറഞ്ഞ കഥകൾ എത്ര കേട്ടാലും മതി വരില്ല അല്ലെ? പലരും പല പല ഭാവത്തിൽ ഒരേ കഥ പറഞ്ഞാലും അത് കണ്ണന്റെ കഥയാണോ? എല്ലാവരും ആദ്യം കേൾക്കുന്നത് പോലെ ആസ്വദിച്ച് കേൾക്കും, ശരിയല്ലേ? ശ്രീകൃഷ്ണ കഥാമൃതം അത്രയ്ക്കും മാധുര്യമേറിയതാണ്. ഏനകേനാപി പായേന മന കൃഷ്ണേ നിവേശയേത്. ഏതൊരാളുടെ മനസ്സാണോ ഏതെങ്കിലും പ്രകാരം കൃഷ്ണനിലേക്ക് തിരിയുന്നത്, അവന്റെ അടുത്തേക്ക് കണ്ണൻ കൊതിയോടെ ഓടിയെത്തും. അങ്ങനെ ശ്രീ ഗുരുവായൂരപ്പൻ ഓടിയെത്തിയ ആ കാരുണ്യത്തിന്റെ കഥയാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. കഥ തുടങ്ങുന്നതിന് മുന്നേ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് കൃഷ്ണഭക്തരായ ദമ്പതിമാർ താമസിച്ചിരുന്നു. അവർക്ക് ഒരേ ഒരു മകൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ അച്ഛനും അമ്മയും മകനും നിത്യവും പുലർച്ചയ്ക്ക് മുമ്പ് തന്നെ അമ്പലത്തിൽ വന്ന് ശ്രീ ഗുരുവായൂരപ്പനെ തൊഴും. തിരിച്ച് സ്വന്തം ഗൃഹത്തിലെത്തിയാൽ പൂജാമുറിയിൽ മനോഹരമായി ഒരുക്കിയിട്ടുള്ള ഉണ്ണിക്കണ്ണനെ പൂജിച്ച് നേദ്യം സമർപ്പിച്ച് നമസ്കരിച്ചതിനു ശേഷമേ ഗൃഹകാര്യങ്ങൾ തുടങ്ങുകയുള്ളൂ. അങ്ങനെ കാലം കടന്നുപോയി. അവരുടെ മകൻ നല്ല നിഷ്ഠയോടും ഭക്തിയോടും കൂടി വളർന്നു വന്നു. നന്നായി പഠിച്ച് മകൻ നല്ലൊരു ജോലി സമ്പാദിച്ചു. എല്ലാവരെയും പോലെ ആ അച്ഛനമ്മമാർ തങ്ങളുടെ മകൻ വിവാഹം കഴിഞ്ഞു കാണണം എന്നാഗ്രഹിച്ചു. അധികം വൈകാതെ മകന്റെ വിവാഹം കഴിഞ്ഞു. പുത്രവധു വന്നതിൽ പിന്നെ കുടുംബകാര്യങ്ങളിൽ നിന്നും വിട്ട് ആ അച്ഛനമ്മമാർ കൂടുതൽ സമയം കൃഷ്ണപൂജയും ഭാഗവതവും ഈശ്വര ഭജനയുമായി കഴിഞ്ഞുകൂടി. കാലം കടന്നു പോകവേ ആ മകന് ഒരാൺകുട്ടി ജനിച്ചു. കണ്ണൻ തന്നെ കൊച്ചുമകനായി വന്നതുപോലെ ആ ദമ്പതിമാർ സന്തോഷിച്ചു. അവനെ ഗുരുവായൂരപ്പന്റെ തിരുമുമ്പിൽ ചോറ് കൊടുത്തു അവിടെ അടിമ കിടത്തി. കൊച്ചുമകനെ മടിയിലിരുത്തി ആ മുത്തശ്ശി നാമം ജപിക്കുകയും കണ്ണന്റെ കഥകൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. കൊച്ചുമകന് പ്രായം കൂടുന്തോറും അവന് നാമം ജപിക്കാനും ഭഗവാനെ വണങ്ങുന്നതിനും താല്പര്യം കുറഞ്ഞു വന്നു. ഗുരുവായൂർ തൊഴാൻ വീട്ടിലുള്ളവർ നിർബന്ധിച്ചാലും പോകാതെയായി. ഒരു ദിവസം തന്റെ കൊച്ചുമകനെ അടുത്ത് വിളിച്ച് ആ മുത്തശ്ശി ചോദിച്ചു, മോനെ, നിനക്ക് മുത്തശ്ശിയോട് ഇഷ്ടമുണ്ടോ? അതെന്താ മുത്തശ്ശി അങ്ങനെ ചോദിക്കുന്നത്? എനിക്ക് മുത്തശ്ശിയെ ഒരുപാട് ഇഷ്ടമാണ്. എങ്കിൽ മുത്തശ്ശി പറയുന്ന ഒരു കാര്യം മോൻ അനുസരിക്കണം. അവൻ മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ചുമ്മ വെച്ചിട്ട് പറഞ്ഞു. മുത്തശ്ശി പറയൂ, ഞാൻ അനുസരിക്കാം. മുത്തശ്ശി വാത്സല്യത്തോടെ കൊച്ചുമകന്റെ കവിളിൽ തലോടിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, എന്റെ കുട്ടി ഇനി മുതൽ ദിവസവും ഗുരുവായൂരപ്പന്റെ തിരുനടയിൽ പോയതിനു ശേഷമേ എവിടെയും പോകാവൂ. മുത്തശ്ശിക്ക് വേണ്ടി മോൻ ഇത് ചെയ്യണം. ഈശ്വര വിശ്വാസം ഇല്ലായിരുന്നുവെങ്കിലും അവന് മുത്തശ്ശിയോട് നല്ല സ്നേഹമുള്ളത് കാരണം മുത്തശ്ശിക്ക് കൊടുത്ത വാക്ക് തെറ്റിക്കാൻ തോന്നിയില്ല. പിറ്റേന്നു മുതൽ അവൻ എന്നും മുടങ്ങാതെ ഗുരുവായൂരപ്പന്റെ തിരുനടയിൽ ചെല്ലും. പുറത്തുള്ള ദീപസ്തംഭത്തിന്റെ മുന്നിൽ നിന്ന് തമാശയോടെ ദേ ഞാൻ ഇവിടെ ഉണ്ടട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു പോരും. എന്നാൽ ഒരിക്കൽ പോലും അമ്പലത്തിനകത്ത് പ്രവേശിക്കുകയോ ഗുരുവായൂരപ്പനെ ഒന്ന് നോക്കുകയോ ചെയ്തില്ല. വാർദ്ധക്യ സഹജമായ അസുഖം മൂലം ആദ്യം അവന്റെ മുത്തശ്ശനും പിന്നീട് മുത്തശ്ശിയും മരിച്ചു. മുത്തശ്ശിയുടെ കാലശേഷവും ആ കൊച്ചുമകൻ ഗുരുവായൂർ പോകുന്നത് നിർത്തിയില്ല. ഒരു ദിവസം ജോലിക്ക് പോകുന്ന സമയം അയാളുടെ ബൈക്ക് മറ്റൊരു വാഹനത്തിൽ ഇടിച്ച് വലിയൊരു അപകടം പറ്റി. അത്യാസന്ന നിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വീട്ടുകാരോ കൂട്ടുകാരോ ബന്ധുക്കളോ ആരും കൂടെയില്ല. വേദന കടിച്ചമർത്തി ഒന്നനങ്ങാൻ പോലും വയ്യാതെ കിടക്കുമ്പോൾ പെട്ടെന്നൊരു ശബ്ദം കേട്ടു. ദേ ഞാനിവിടെ ഉണ്ട് ട്ടോ. കണ്ണു തുറന്നു നോക്കിയപ്പോൾ ആരെയും കാണാനില്ല. കണ്ണടച്ചപ്പോൾ വീണ്ടും പേടിക്കണ്ട, ഞാൻ ഇവിടെ തന്നെയുണ്ട്. സംസാരിക്കാൻ സ്വരം പൊന്തുന്നില്ല. അയാൾ ആലോചിച്ചു, ഇതാരാണ്? എന്തുകൊണ്ടാണ് ഇയാൾ മറഞ്ഞു നിന്ന് സംസാരിക്കുന്നത്? പെട്ടെന്ന് മണിക്കിലുക്കം പോലെ ഹൃദയം കവറുന്ന ഒരു പൊട്ടിച്ചിരി. എന്നും എന്റെ മുന്നിൽ വന്നു പോയിട്ടും എന്നെ കാണണമെന്ന് ഒരിക്കൽ പോലും നീ ആഗ്രഹിച്ചിട്ടില്ലല്ലോ ചങ്ങാതി. അയാളുടെ ഉള്ളൊന്ന് പിടഞ്ഞു. മുത്തശ്ശി തന്നെ മടിയിലിരുത്തി നാമം ജപിക്കാറുള്ളത് ഓർമ്മ വന്നു. അധരം മധുരം വദനം മധുരം കൃഷ്ണ, ഗുരുവായൂരപ്പ, ഇത് അവിടുന്ന് തന്നെയോ? ഒരിക്കൽ പോലും അങ്ങയിൽ വിശ്വാസം തോന്നാത്ത എന്റെ അടുത്ത് കണ്ണൻ വന്നു എന്നോ? അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. വീണ്ടും ഭഗവാന്റെ സുന്ദര സ്വരം മുഴങ്ങി. ചങ്ങാതി, എന്നോട് വേണ്ടത് വിശ്വാസമല്ല, വിശ്വാസം അത് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാവുകയും നഷ്ടപ്പെടുകയും ചെയ്യും. എന്നോട് വേണ്ടത് പ്രേമഭക്തിയാണ്. എന്റെ മുന്നിൽ അടിമകിടത്തിയ നീ എന്നും എന്റേതാണ്. അതുപോലെ എന്റെ ഭക്തരുടെ 7 തലമുറയിലുള്ളവരെ കാത്തുരക്ഷിക്കും എന്ന് എന്റെ ഭക്തനു നൽകിയ വാക്കാണ്. അയാളുടെ ഉള്ളിൽ മുത്തശ്ശി പറഞ്ഞുകൊടുത്ത വാക്മയ ചിത്രം മനസ്സിൽ തെളിഞ്ഞു. തലയിൽ മയിൽപീലി ചൂടി, ഗോപിക്കുറിയണിഞ്ഞ്, കാതിൽ മകരകുണ്ടലങ്ങൾ അണിഞ്ഞ്, കഴുത്തിൽ പാലയ്ക്കാമാലയും മുല്ലമുട്ടുമാലയും ചാർത്തി, വനമാലയണിഞ്ഞ്, പച്ച കല്ല് വച്ച തോൾവള ചാർത്തി, കൈകളിൽ തടവളയണിഞ്ഞ്, 10 വിരലുകളിലും മോതിരങ്ങൾ അണിഞ്ഞ്, പട്ടുകോണകമണിഞ്ഞ്, അതിനുമീതെ തൃത്തുടകളെ അലങ്കരിക്കുന്ന വിധത്തിൽ വലിയ പൊന്നരഞ്ഞാണം ചാർത്തി, പാദത്തിൽ പൊൻതളകളും തങ്ക കൊലുസുമണിഞ്ഞ്, പൊന്നോടക്കുഴൽ ചുണ്ടോട് ചേർത്ത് പിടിച്ച്, മൃദുമന്ദഹാസം പൊഴിക്കുന്ന ചുണ്ടുകളുമായി ശ്രീ ഗുരുവായൂരപ്പൻ. എന്റെ ഗുരുവായൂരപ്പ! ഒരു കരസ്പർശം, തലോടൽ. കണ്ണു തുറന്നപ്പോൾ ആരുമില്ല. ചെവിയിൽ ഒരു മൃദുസ്വരം. സാരില്ല, ഞാനില്ലേ കൂടെ, എന്നും ഞാനുണ്ടാവും. ആനന്ദ കണ്ണീർ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ അടച്ച് എല്ലാ വേദനയും വിഷമങ്ങളും മറന്ന് അയാൾ സ്വസ്ഥമായി കിടന്നു. ശേഷിച്ച കാലം ശ്രീ ഗുരുവായൂരപ്പന്റെ ദാസനായി കൃഷ്ണാനന്ദത്തോടെ ആ മഹാത്മാവ് ജീവിച്ച് ഒടുവിൽ ഗുരുവായൂരപ്പനിൽ ചേർന്നു. ഇത്രയും ഭക്തവാത്സല്യം വേറെ ആരിലുണ്ടെന്റെ മാധവ?
ഭക്തവത്സലനായ ശ്രീ ഗുരുവായൂരപ്പന്റെ കാരുണ്യം എല്ലാവർക്കും അനുഭവമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ വീഡിയോ എന്റെ കണ്ണന് പ്രേമപുഷ്പാഞ്ജലിയായി സമർപ്പിക്കുന്നു. രാധേ കൃഷ്ണ. വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി മറ്റൊരു കഥയുമായി വീണ്ടും കാണാം.